സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരും. അതൊക്കെ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ നമ്മളൊരു കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ സമയത്ത് വരുന്നത്. അവർ വരും, ഭയങ്കര സ്നേഹവും അടുപ്പവും ഒക്കെ കാണിക്കും. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് അവർ നമുക്ക് നല്ല രീതിയിൽ ബാക്ക് സ്റ്റാവൊക്കെ തന്നിട്ട് പോകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തോ പഠിക്കാനുണ്ട്, മനസ്സിലായോ? എന്തോ ആ തന്നതിൽ നമുക്ക് പഠിക്കാനുണ്ട്. അവർ വന്ന പർപ്പസ് എന്താണ്, അവർ നമ്മുടെ സോളിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വന്ന അവർ നമ്മൾ ദ്രോഹിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അതിലൊരു ലെസൺ നമുക്ക് തന്നിട്ട് അവർ പോകും. അവരെ നമ്മൾ നന്ദി പറഞ്ഞു വിടുക. മനുഷ്യൽ ദേഷ്യവും പകയും വിദ്വേഷവും ഒക്കെ വയ്ക്കാതെ ഒരു ഹോപ്പണോപ്പണോ സ്റ്റാൻഡ് ചെയ്ത് നമുക്ക് അവർക്ക് ലെറ്റ് ഗോ ചെയ്ത് നമുക്ക് വിടാം. അപ്പോൾ മാത്രമേ ആ ഒരു കണക്ഷനോടെ കട്ടായി പോവുള്ളൂ. ഫൊർഗീവ്നെസ് ആണ് ഇവിടെ മെയിൻ. പെയിൻ തന്ന ആൾക്കാർക്ക് ഫൊർഗീവ്നെസ് കൊടുത്ത് വിടുക. അത് റിലീസാവുന്നതോടുകൂടി നമ്മുടെ ആ കർമ്മയോടെ ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഈ പാസ്റ്റ് ലൈഫിലൊക്കെ നമുക്ക് എന്താ പറയുക, ഈ ചക്രങ്ങളുടെയൊക്കെ ചക്രാസ് ഉണ്ടല്ലോ, 7 ചക്രാസ്, അതൊക്കെ ഈ ബ്ലോക്കായിരിക്കുന്നതാണ് പാസ്റ്റ് ലൈഫ് മെമ്മറീസ് നമ്മളെ വിട്ടു പോകാതിരിക്കുന്നത്. അപ്പോൾ ചക്ര ക്ലൻസിങ് ഒക്കെ ചെയ്യുക. അതിനൊക്കെ ഒരു നല്ല ഗുരുവിനെ കണ്ടെത്തുകയോ എങ്ങനെയെന്ന് വെച്ചാൽ ചക്ര ക്ലൻസിങ് പോലുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുക.